നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജനിച്ച രാവിനെ കുറിച്ച് ഒരു മുജാഹിദുകാരന്റെ പ്രയോഗം കേട്ടോളൂ, ഞാൻ പിന്നെ വിശദീകരിക്കാം. രാവ് 1 മോനെ. രാവുകളിൽ ഏറ്റവും പുണ്യമുള്ള രാവ് നബി ജനിച്ച രാവാണ്. നിങ്ങൾ ആലോചിക്കണം. തെളിവൊന്നുമില്ല, ഖുർആന് തെളിവില്ല, ഹദീസിന് തെളിവില്ല. ഇവർക്ക് തെളിവ് വേണ്ട, നാവിന്റെ നീളമാണ്. അതൊരു പക്ഷേ ഒരു 80 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും. ആ നീളത്തിനനുസരിച്ചുള്ള വാക്കുകളാണ് ഈ പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, എന്താ പറയുന്നത്? രാവുകളിൽ വെച്ച് ഏറ്റവും പുണ്യം നബി ജനിച്ച രാവാകുന്നു എന്നാണ്. ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, ഹദീസ് പഠിപ്പിച്ചിട്ടില്ല, മുഹദ്ദിസീങ്ങൾ ഒരാളും പഠിപ്പിച്ചിട്ടില്ല, മദ്ഹബിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ലോകത്ത് ഈമാനുള്ള, ഇഖ്ലാസുള്ള, ഇസ്ലാം മനസ്സിലായ ഒരാളും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലെ വസ്തുത. നിങ്ങൾ മനസ്സിലാക്കണം. അത്ഭുതമാണ് ഈ സമുദായത്തിന്റെ അവസ്ഥ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച രാവിന് മഹത്വമുണ്ടെന്ന് പൂങ്കാവനത്തിൽ ലേഖനം വന്നു. നമ്മൾ എഴുതിയതാ. എഴുതുന്നവന് നാവല്ല ഉണ്ടാവുക, പറയുന്നവന് നാവുണ്ടാവുക. അപ്പൊ അപ്പറഞ്ഞ ആളെ നാവിന്റെ കിലോമീറ്റർ 80 എന്ന് പറഞ്ഞത് നമ്മൾ ലേഖനം എവിടെ വായിച്ചിട്ടുള്ളൂ. വായിച്ച ആളുടെ നാവിന്റെ കിലോമീറ്ററേ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. എഴുതിയ ആളുടെ പേനയുടെ വണ്ണല്ലേ പറയേണ്ടത്. ഒരു തെളിവും ഇല്ല എന്ന് അയാൾ പറയുന്നത്. എന്നാലോ ആ ലേഖനത്തിന്റെ തുടർന്ന് തന്നെ പറയുന്നുണ്ട് തെളിവ്. ആ ലേഖനം എഴുതിയ ആൾ എന്ത് തെളിവാ അടിസ്ഥാനപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ തെളിവ് പറഞ്ഞ ആളെ കുതിര കയറുക. കേട്ടോളൂ. ഇനി നോക്കൂ, ഇമാം കസ്തല്ലാനി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച രാത്രിയാണല്ലോ നാം പറയുന്നത്. അപ്പോൾ ലൈലത്തുൽ ഖദറിനാണോ നബി ജനിച്ച രാത്രിക്കാണോ കൂടുതൽ പുണ്യമുള്ളത് എന്ന് നീ ചോദിച്ചാൽ 3 കാരണങ്ങൾ കൊണ്ട് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠത നബി ജനിച്ച രാത്രിക്കാണെന്ന് ഞാൻ മറുപടി പറയും. കണ്ടോ, ധിക്കാരിയായ ഒരു മനുഷ്യൻ, ധിക്കാരിയായ ഒരു മനുഷ്യൻ, ഖുർആൻ പഠിക്കാത്ത ഒരു മനുഷ്യൻ. വിശുദ്ധ ഖുർആൻ ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ലാഹ് മവാഹിബുൽ ലദുന്നിയയിൽ പറഞ്ഞു, അതാണ് പൂങ്കാവനത്തിലെടുത്ത് ഉദ്ധരിക്കുന്നത്. അപ്പൊ ഇയാൾക്ക് പറ്റാത്തത് പറ്റില്ലല്ലോ. ഇനി ഇമാം ഖസ്തല്ലാനിയെ തെറി വിളിക്കുക വരട്ടെ. അപ്പോൾ ലൈലത്തുൽ ഖദറിനാണോ നബി ജനിച്ച രാത്രിക്കാണോ കൂടുതൽ പുണ്യമുള്ളത് എന്ന് നീ ചോദിച്ചാൽ 3 കാരണങ്ങൾ കൊണ്ട് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠത നബി ജനിച്ച രാത്രിക്കാണെന്ന് ഞാൻ മറുപടി പറയും. കണ്ടോ, ധിക്കാരിയായ ഒരു മനുഷ്യൻ, ധിക്കാരിയായ ഒരു മനുഷ്യൻ, ഖുർആൻ പഠിക്കാത്ത ഒരു മനുഷ്യൻ. വിശുദ്ധ ഖുർആൻ ായ മനുഷ്യനാണോ? എടോ, അവിടുന്ന് ഇർഷാദു സാരി ശർഹ് സഹീഹുൽ ബുഖാരി എന്ന കിതാബ് എഴുതിയ മുഹദ്ദിസാണ് കേട്ടോ. മനസ്സിലാക്കണം. ഈമാൻ അല്പമെങ്കിലുമുള്ള, ജീവനെങ്കിലുമുള്ള മുജാഹിദുകൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ. ലോകപ്രസിദ്ധനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ലാഹ്. സഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതി, അൽ മവാഹിബുൽ ലദുന്നി എഴുതി, തുടങ്ങി ഒരുപാട് കിതാബ് എഴുതി. സഹീഹ് മുസ്ലിമിന് വ്യാഖ്യാനം എഴുതി. അങ്ങനെ എല്ലാ കിതാബിനും വ്യാഖ്യാനം എഴുതിയ സഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതാൻ വിവരമില്ലാത്ത ആളാണോ സഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതുക? ആ ഇമാമിനെ കുറിച്ചല്ലയോ പറഞ്ഞത് വിവരമില്ലാത്തയാളെന്ന്. മോനെ, ബാക്കി കൂടി ആ ക്ലിപ്പൊന്ന് കേൾപ്പിച്ചു കൊടുക്കൂ. ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ലാഹയെ കുറിച്ച് തെറി പറയുക, തെളിവില്ലെന്ന് ആരോപിക്കുക, തെളിവായി ഉദ്ധരിക്കുന്ന ഇമാമിന്റെ മേലെ കുതിര കയറുകയല്ലയോ അടുത്ത പരാമർശത്തിലൂടെ അയാൾ നടത്തുന്നത്. ഇത് മുഴുവനും മാർച്ച് മാസത്തിൽ തിരുവനന്തപുരത്തെ പള്ളിയിൽ മുജാഹിദുകാരൻ നടത്തിയ ജുമുഅ ഖുതുബയാണ്. നിങ്ങൾ ആലോചിച്ചോളൂ. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി എന്ന് തഖ്വയിലേക്ക് ക്ഷണിച്ച് അനുബന്ധമായി വിശദീകരണം നൽകുന്ന ഇബാദത്താകുന്ന ഖുതുബയ്ക്ക് പകരം പള്ളിയിൽ കയറി നിന്ന് നടത്തുന്ന കവാത്താണ്. മാസികയെടുത്ത്, പരിഭാഷയെടുത്ത്, ബുക്കെടുത്ത്, ഫോട്ടോ കാണിച്ച് ആളുകളുടെ മേലെ ചാടിക്കേറുന്നു. മഅദല്ലാഹ്, ഇതാണോ ദീൻ എന്ന് പറയുന്നത്? വരട്ടെ. ഇനി അയാൾ നബിദിനം തന്നെ ഇല്ല എന്ന അയാളുടെ വാദം. നബിദിനം തന്നെ ഇല്ല എന്ന് അയാൾ പറയുന്നു. ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല, റമദാനിലാണ്. മുഹമ്മദ് നബിയായത് റമദാനിലാണ്. അല്ലേ അല്ലേ അല്ലേ? ആർക്കാ അതിലെതിരെ അഭിപ്രായം? പിന്നെ റസൂൽ ജനിച്ച ദിനം, അതാണ് മുഹമ്മദിന്റെ ദിനം. മുഹമ്മദ് ജനിച്ച ദിനം, അവിടെ നബി ഇല്ല, റസൂലില്ല. നബി ജനിച്ചപ്പോ റസൂലല്ല, അത് ഈസാ നബിയാണ്. അത് ഖുർആൻ വേർതിരിച്ചു പറഞ്ഞു. ഞാൻ ജനിച്ചപ്പോ തന്നെ നബിയാണെന്ന് ഈസാ നബി പറഞ്ഞു. ഞാൻ ജനിച്ചപ്പോ നബിയാന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. 40-ാമത്തെ വയസ്സിലെ നബിയായത്, ഇറാഖുവയിൽ വെച്ച നബിയായത്, നുബുവത്ത് കിട്ടിയപ്പോ നബിയായത്, അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ്. അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്.
അല്ലേ? അപ്പൊ നബിദിനം എന്ന് പറയുന്ന വാചകം തന്നെ തെറ്റാണ്. നബിദിനം എന്ന് പറയുന്ന വാചകം തന്നെ തെറ്റാണ്. ഒന്നാമത് കേട്ടോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന നബിയുൻ വ ആദമു മുൻജദിലും ഫീ തീനതിഹി, ഞാൻ നബിയാണ്, ആദം നബി മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഇടയിലുള്ള അവസ്ഥയിൽ തന്നെ. അടുത്തത് കേട്ടോളൂ, അന നബിയുൻ വ ആദമു ബൈന തീനി വൽ മാ. ഇനിയോ നബി 40-ാമത്തെ വയസ്സിലായെന്ന് വെച്ചാ തന്നെ നബിദിനമില്ലെന്ന് വരുമോ? ഇല്ല. അങ്ങനാണെങ്കിൽ ഈ ബാലുശ്ശേരിന്റെ വാപ്പാക്ക് ജന്മദിനം ഉണ്ടാകുമോ? എടാ, നിന്റെ വാപ്പ ജനിച്ചിട്ടില്ല, 25 വയസ്സിലല്ലേ വാപ്പയായത്. വാപ്പയായത് ജനിച്ചെത്രയോ കഴിഞ്ഞിട്ടല്ലേ. അതുകൊണ്ട് അയാളുടെ വാപ്പാക്ക് ജന്മദിനം ഉണ്ടാവൂല. കാരണം അങ്ങനെയൊക്കെ ഉള്ളവർക്കല്ലേ പറയാൻ പറ്റൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കിക്കോളൂ, യാതൊരടിസ്ഥാനവുമില്ലാത്ത വാദമല്ലയോ പറയുന്നത്. അള്ളാഹുവിന്റെ ദീനിനെയല്ലയോ ഇവര് കളിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലല്ലയോ ഇവര് കളങ്കം ചാർത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നേ നബിയാണ്, അന അവ്വലുൽ മുസ്ലിമീൻ എന്നതിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇമാമുകൾ അവിടുന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട് കേട്ടോ. ഫതവസ്സല ബിഹി ആദമു വഫ്തഖറ ബികൗനിഹി വാലിദാ എന്നതിന്റെ നബി കസീർ വന്യഹായുടെ ഒന്നാം ചെയ്തിട്ടുണ്ട്. നബിദിനം ആഘോഷിക്കുക അല്ലെങ്കിൽ നബിദിനം എന്ന പ്രയോഗം തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനം നാളെയാണ്. പറഞ്ഞുകൂടാ, സബുൽ മുബിക്കാത്തായി പോവും. പ്രധാനമന്ത്രിയായത് 69-ാം വയസ്സിലാ, പിന്നെ പ്രധാനമന്ത്രി ജനിക്കുവോ എന്ന ചോദ്യം ന്യായമാണോ സഹോദര?